ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രകീർത്തിക്കുക. 145 സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം, തലമുറ തലമുറയോട് അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ഷേർലി ജോജു. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കരയിലാണ് എൻ്റെ വീട്. വർഷങ്ങളായി വേനൽ അവസാനമാകുമ്പോൾ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പാലക്കാട് ടൗൺ ഹാളിൽ നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. അവിടെ വന്ന് വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി കിണറ്റിൽ ഒഴിക്കുകയും എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന 9 പ്രാവശ്യം കിണറിൻ്റെ അരികിൽ കൂടെ നടന്നു ചെല്ലുകയും ചെയ്തിരുന്നു. വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈ വർഷം ഞങ്ങളുടെ കിണറ്റിൽ 5 റിങ് വെള്ളം തന്ന് നീ എന്നെ അനുഗ്രഹിക്കണം, അപ്പം ഞാൻ നിന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന്. അന്നേരം ഈശോ എനിക്കൊരു ബൈബിൾ വചനം തന്നു. യെശയ്യാ 12:3, രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഞാൻ അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈ വർഷം എൻ്റെ കിണറ്റിൽ 5 റിങ് വെള്ളം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. വെള്ളത്തിന് നാളുകളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ ടൗൺ ഹാളിൽ വന്ന് നിരന്തരം പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ വെള്ളം കൊണ്ടുപോയി അവിടെ വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് കിണറ്റിലൊഴിച്ച് അതിന് ചുറ്റും നിന്ന് എത്ര എൻ്റെ മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവമേ 5 റിങ് വെള്ളം തരണമെന്ന് പ്രാർത്ഥിച്ചു. ചോദിച്ചതുപോലെ തന്നെ വെള്ളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ശക്തമായ ഒരു പ്രവൃത്തി ചെയ്ത് ദൈവം തന്റെ സാന്നിധ്യം ആ കുടുംബത്തെ അറിയിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഈ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ പങ്കുചേരുക. യേശുവിൻ്റെ ഒരു അതിശയ ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം. സാധിക്കുന്ന എല്ലാവരും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. നാണമോ ക്ഷീണമോ മടുപ്പോ മന്ദതയോ ഇതൊന്നും കാര്യമാക്കരുത്. അതരം തുറന്ന് ഏറ്റു പറയണം. യേശുവിന്റെ നാമത്തെ ഏറ്റു പറയുന്നതിൽ കാര്യമുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, എന്റെ രക്ഷക, എന്റെ രക്ഷക, എന്റെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുന്ന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. എന്റെ പിതാവേ, എന്റെ പിതാവേ, മഹത്വത്തിന്റെ കർത്താവേ, മഹത്വത്തിന്റെ കർത്താവേ, മഹത്വപൂർണനായ ദൈവമേ, മഹത്വപൂർണ്ണനായ ദൈവമേ, എന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ കുടുംബത്തിലേക്ക് നിറയണമേ. എന്റെ കുടുംബത്തിലേക്ക് നിറയണമേ. എന്റെ കുടുംബാംഗങ്ങളിലേക്ക് നിറയണമേ. എന്റെ കുടുംബാംഗങ്ങളിലേക്ക് നിറയണമേ. ഈ വചന ശുശ്രൂഷയിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സഹോദരി സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഈ വചനം കേൾക്കാൻ പറ്റാത്ത വിധം കഠിന പീഡയുണ്ടെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഇപ്പോൾ തിന്മകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 വന്നിടണേ, നിൻ ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, നിൻ ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ,
പരിശുദ്ധാത്മാവേ അകതാരിലാനന്ദം നൽകിയിടണേ. കരങ്ങളടിച്ച് ആത്മാവേ വന്നിടണേ, നിൻ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, നിൻ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ആത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. വലിയ ദാഹത്തോടെ ആത്മാവേ വന്നിടണേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. അത്ഭുത അഭിഷേകമേ ആത്മാവേ വന്നിടണേ, ആത്മാവേ വന്നിടണേ. ദൈവിക സ്നേഹമേ ആത്മാവേ വന്നിടണേ, ജ്ഞാനത്തിന്റെ അഭിഷേകമേ പരിശുദ്ധാത്മാവേ വന്നിടണേ. ഇപ്പോൾ വ്യാപരിക്കണമേ. ആത്മാവേ വന്നിടണേ, നിറയണമേ ആത്മാവേ വന്നിടണേ, ആത്മാവേ വന്നിടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ആരാധന ആരാധന ആരാധന. ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് നിറയണമേ, ഈ കൂട്ടായ്മയിലേക്ക് നിറയണമേ, ഈ ദാസിദാസന്മാരുടെ മേൽ നിറയണമേ, ഈ കുടുംബങ്ങളുടെ മേൽ നിറയണമേ, ഈ സമൂഹങ്ങളുടെ മേൽ നിറയണമേ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ വന്നിടണേ, നിൻ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. അകതാരിലാനന്ദം നൽകിയിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്നത് പോലെ വലിയ തീഷ്ണതയോടെ ഈ മണിക്കൂറിൽ കർത്താവായ ദൈവത്തിന്റെ ദൂതുകളെ ശ്രവിക്കുവാൻ ഞാൻ നിങ്ങളേവരെയും ഉത്ബോധിപ്പിക്കുകയാണ്. 145 സങ്കീർത്തനം മുഴുവൻ ഈ ഒരു ആത്മീയ ദൂതാണ് ദൈവ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 145 സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം തലമുറ തലമുറയോട് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. തലമുറ തലമുറ തലമുറയോട് തലമുറയോട് അവിടുത്തെ പ്രവൃത്തികളെ അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും പ്രകീർത്തിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു രീതി ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രകീർത്തിക്കണം, ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കണം. 145 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. വചനം നമുക്ക് നേരിട്ട് പറയാം. കർത്താവ് കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ കർത്താവിന്റെ മഹത്വത്തെ കർത്താവ് ജനതകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം?
ഈ പ്രവൃത്തികളെക്കുറിച്ച് കാണുകയും ഈ പ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രവൃത്തികളെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജനതകളോട് അത് പ്രകീർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രകീർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ വർദ്ധമാനമായിക്കൊണ്ടിരിക്കും, പ്രാർത്ഥനയുടെ അഭിഷേകം വർദ്ധിച്ചുകൊണ്ടിരിക്കും, വിശ്വാസത്തിന്റെ അഭിഷേകം, ദൈവിക നന്മകളെല്ലാം ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മഴ പെയ്യുമ്പോൾ പുല്ലുകൾ പൊട്ടി മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ ദൈവജനം ദൈവത്തിന്റെ മഹത്വകരമായ ഇടപെടലുകളെ പ്രകീർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ ആത്മീയ ഉത്കർഷം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സംഭവിച്ചുകൊണ്ടിരിക്കും. 145-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാമത്തെ തിരുലിഖിതത്തിൽ അതുകൊണ്ട് ദൈവദാസൻ ഒരു വലിയ ദൂത് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ പ്രതാപത്തിന്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിന്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും. ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും. ഹല്ലേലൂയ. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ദൈവവുമായി ഇടപെടലിനെ കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെയാണ് വിളംബരം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പുലാപ്പറ്റ ഇടവക എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഇടവകയാണ്. ആ ഇടവക എന്നൊരു കുടുംബം അവരുടെ അനുഭവം പറയണത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സണ്ണി, പുലാപ്പറ്റയാണ് സ്ഥലം, പുലാപ്പറ്റ ഇടവക. എനിക്കൊരു കിണറില്ലായിരുന്നു, ആ വീടിൻ്റെ അടുത്ത് പാറയാണ്. അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, കിണർ കുത്തിയൊരു സംശയം. ഇപ്പോൾ ഒരാൾ ഗ്യാരണ്ടി ആയിട്ട് വെള്ളം കണ്ട പൈസ എന്നും പറഞ്ഞിട്ട് ഗ്യാരണ്ടി ആയിട്ട് കുത്താൻ വന്നു. അപ്പോൾ അയാൾ വെള്ളം കിട്ടൂല, ഗ്യാരണ്ടി അല്ല, അയാളെ കൊണ്ട് കുത്തിച്ച്. എന്നിട്ട് 455 ഇവിടെ അടി വരെ താത്ത്. പക്ഷേ ആ വണ്ടിയുടെ ആ പൈപ്പ് കഴിഞ്ഞു അപ്പോഴത്തേക്ക്. എന്നിട്ട് പിന്നെ അവർ പോയിട്ട് വേറെ വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു, ഇത് കുറച്ചുകൂടെ താഴ്ച. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇനി വേറെ വണ്ടി കൂടെ ഒന്ന് പൈസ കണ്ടുപോകാനാവുമല്ലോ. ഇതൊക്കെ ചെലവുള്ള ഏർപ്പാടാണ്. മനസ്സിന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ധ്യാനിച്ചിട്ട് ഇവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയി. അപ്പൊ ചേട്ടൻ ചിന്തിച്ച ദൈവമേ, ഈ വണ്ടികളെല്ലാം അങ്ങനെ കൊടുന്ന് ഇങ്ങനെ ചെലവ് ഇങ്ങനെ ഇറങ്ങി പോകുന്നല്ലാതെ ഈ കവളിൽ താഴ്ത്തിക്ക് പോകണം, കാശ് ഇറങ്ങി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ? അപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു പ്രേരണ കിട്ടി. അങ്ങനെ നേരെ അട്ടപ്പാടിക്ക് ഇങ്ങോട്ട് വന്ന് ആ വെള്ളം കിട്ടാത്ത അവസ്ഥയല്ലേ, ഇവിടെ വരുമ്പോ വെള്ളം അവിടെ ഇല്ലല്ലോ, ആ വെള്ളം അവിടെ ഇല്ല, ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ട് കിണറ്റിൽ ഒഴിച്ച്. അപ്പോൾ ഈ 2 ആഴ്ച മുമ്പ്, ആ വെല്ലുമഴയ്ക്ക് മുമ്പ് നോക്കുമ്പോഴത്തേന് ഈ 25 അടി പൈപ്പ് ഇറക്കിയിട്ടുണ്ട്, PVC പൈപ്പ്. ബാക്കി അടിയിലേക്ക് പാറയാ. ആ പൈപ്പിന്റെ ഉള്ളിൽ വരെ വെള്ളം വന്നിട്ടുണ്ട്. 430 അടിയോളം ഇപ്പോൾ വെള്ളം, 430 അടി വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. എന്തായത് 25 അടി താത്തി അപ്പൊ വെള്ളം എടുക്കുക. അതേമാതിരി ആ വെള്ളം ഇതാ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടുന്ന് കോരിക്കൊണ്ട് വന്നതാണ്. അവിടെ വെള്ളം ഇല്ലാത്ത ആ പാറയുടെ മുകളില് ഇവിടുന്ന് ഇച്ചിരി വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് അങ്ങോട്ട് ഒറ്റ ഒഴിക്കല്. ഇപ്പൊ എന്തായി? 430 അടി വെള്ളം മൊത്തം കിണറിന് എത്ര ആഴമുണ്ട്? 455 അടി താഴെ. അതിൽ 25 അടി അങ്ങോട്ട് താഴ്ത്തിക്ക് നിന്നാൽ വെള്ളം കിട്ടാവുന്ന വിധത്തില് അത്രയും വെള്ളം അങ്ങോട്ട് ഉയർന്ന അവിടെ ആ പാറപ്പുറത്ത്. ആ വെള്ളമായിട്ട് ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. പിന്നെ വേറെ വണ്ടിയും വിളിക്കേണ്ടി വന്നില്ല, നീട്ടമുള്ള ഉറക്കെ പറ ഹല്ലേലൂയ. കർത്താവ് പാറപ്പുറത്തൊരു അത്ഭുതം അങ്ങോട്ട് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം ഇതാന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. 145-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ തിരുലിഖിതം, അവർ അങ്ങയുടെ നന്മയുടെ പ്രശസ്തി വിളിച്ചറിയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വചനം നേരിട്ട് പറയാം. 145-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും. അങ്ങയുടെ നീതിയെ പറ്റി അവർ ഉച്ചത്തിൽ പാടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു ഇടപെടൽ തരുമ്പോൾ കർത്താവിൻ്റെ നന്മ, കർത്താവിൻ്റെ നീതി, കർത്താവിൻ്റെ കാരുണ്യം,
കർത്താവിൻ്റെ മഹത്വം ഇതാണ് നമ്മുടെ മേൽ ഉദയം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുന്നതിന് വിലയുണ്ട്. ദൈവദാസൻ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കൾ ഹൃദയം തുറന്നു കഴിയുമ്പോൾ അവർ കർത്താവിൻ്റെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി വിളിച്ചറിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നന്മയുടെ പ്രത്യേകതയാണ് സമൃദ്ധമായ നന്മ. എങ്ങനത്തെ നന്മയാണ്? സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും. എങ്ങനത്തെ നന്മയാണ്? സമൃദ്ധമായ നന്മ. സമൃദ്ധമായ നന്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നമുക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്, സമൃദ്ധമായ നന്മ. പക്ഷേ നാം അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിക്കണം. അത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ജനങ്ങൾ എന്തു ചെയ്യും? ഈ സമൃദ്ധമായ നന്മ അനുഭവിച്ചു കഴിയുമ്പോൾ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും. അങ്ങയുടെ നീതിയെ അവർ ഉച്ചത്തിൽ പാടി സ്തുതിക്കും. വീണ്ടും 145-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൽ 11-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും, അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും, മനുഷ്യ മക്കളെ അവർ അറിയിക്കും. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങളായി സെഹിയോനിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30-ൽ കുറയാതെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. കഴിഞ്ഞ 18 വർഷങ്ങളായി എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. ഇന്നും ദൈവം കാത്തു പരിപാലിക്കുന്നു. ഞാനിവിടെ ആദ്യം വന്നത് 2009 ജൂലൈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച എനിക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം ചെറിയ ഒരു മൈൽഡ് അറ്റാക്ക് വന്ന് ഞാൻ ICUവിലായിരുന്നു. ഞാൻ വരേണ്ടിയിരുന്ന ആ വെള്ളിയാഴ്ചയായിരുന്നു എനിക്ക് ആൻജിയോഗ്രാം ടെസ്റ്റ് പറഞ്ഞിരുന്നത്. ഞാൻ ഒരാളുടെ കയ്യിൽ ഒരു അപേക്ഷ എഴുതി ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ചു. ഇവിടെ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ പറഞ്ഞു, ശസ്ത്രക്രിയ വേണ്ടിയിരുന്ന ഒരു സഹോദരനെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ആൻജിയോഗ്രാം ടെസ്റ്റിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും എനിക്ക് ദൈവാനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 145-ാം സങ്കീർത്തനത്തിൽ 11-ഉം 12-ഉം തിരുലിഖിതങ്ങൾ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന, ദൈവത്തിൻ്റെ നിരന്തരമായ ഒരു അനുഭവം ഉള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം തരുന്ന ഒരു രാജകീയ പാതയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു ജീവിത രീതി. 145-ാമത്തെ സങ്കീർത്തനം മുഴുവനും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ജനത്തിന് ഉൾക്കാഴ്ച നൽകി പ്രകാശിപ്പിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രകീർത്തിക്കണം, ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കണം, ദൈവത്തിൻ്റെ നന്മയെ പ്രകീർത്തിക്കണം. സമൃദ്ധമായ നന്മയെ, അതിൻ്റെ പ്രശസ്തി പ്രകീർത്തിച്ച് ജനതകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരായി രൂപാന്തരപ്പെടാൻ കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നിറയണം. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെയും അങ്ങയുടെ അത്ഭുതകരമായ മഹത്വത്തെയും ജനതകളോട് പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഈ സമയത്ത് ഓരോ കുടുംബങ്ങളിലും കർത്താവിന്റെ സമൃദ്ധമായ നന്മ നിറയുന്നു. ഉറക്കെ സ്തുതിക്കാം. രാജാവേ, ഈ നിമിഷം
നിമിഷങ്ങളിൽ അത്ഭുതകരമായി നിറയണമേ. ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി ഇടപെടണമേ. അങ്ങയുടെ മഹത്വം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. അങ്ങയുടെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങളിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാര പീഡകൾ തകരട്ടെ. പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കാലാകാലങ്ങളായുള്ള മാരക രോഗങ്ങൾ വിട്ടുപോകട്ടെ. തലമുറയുള്ള പാരമ്പര്യ രോഗങ്ങൾ ഛിന്ന ഭിന്നമാകട്ടെ. കടബാധ്യതകൾ ഒഴിഞ്ഞു പോകട്ടെ. പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ജോലി തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. ആരാധന 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 യേശുവേ യേശുവേ ആരാധന 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 ആരാധന. Come, Lord Jesus. യേശുവേ ഓ എൻ ജീവനേ ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്ക് യേശുവിനെ നാമം വിളിക്കാം. യേശുവിനെ നാമം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാത്താനും തകർച്ചകളും രോഗങ്ങളും അന്ധകാരങ്ങളും പൊട്ടി അമർന്നു വീഴുന്നു. വലിയ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ആ ദേശങ്ങളിലേക്ക് നിറയുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. എല്ലാവരും യേശുവിനെ നാമം വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കുടുംബങ്ങൾ അന്ധകാരങ്ങൾ തകരട്ടെ. മാരക വ്യാധികളെ ബന്ധിക്കുന്നു. കുടുംബ കലഹങ്ങളെ ബന്ധിക്കുന്നു. പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികൾ അമരട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ ഓ എൻ ജീവനേ ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ